നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിച്ചതോടെ ഡീലിനെ ചൊല്ലി നേതാക്കൾ തമ്മിൽ ആരോപണം. പാലക്കാട് അടക്കം പല മണ്ഡലങ്ങളിലും CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ആദ്യം രംഗത്ത് വന്നത്. തൊട്ടു പിന്നാലെ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയും സമാന ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഉടൻ മറുപടിയുമായി പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ രംഗത്തിറങ്ങി. തോൽവി ഭയക്കുന്നതുകൊണ്ടാണ് ഇത്തരം ആരോപണങ്ങളെന്നായിരുന്നു ശോഭയുടെ ആരോപണം. VD സതീശന്റെ ആരോപണത്തിനെതിരെ മന്ത്രി MB രാജേഷും രംഗത്ത് വന്നു. LDF സ്ഥാനാർത്ഥികളെ തീരുമാനിക്കേണ്ടത് പ്രതിപക്ഷ നേതാവല്ലെന്നും രാജേഷ് പറഞ്ഞു. മണ്ഡലത്തിൽ LDF വിജയിക്കുമെന്ന പരിഭ്രാന്തിയാണ് ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും രാജേഷ് കുറ്റപ്പെടുത്തി. കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിൽ കൈവിട്ടുപോയ പാലക്കാട്, മണ്ണാർക്കാട് സീറ്റുകൾ ഇത്തവണ തിരിച്ചുപിടിക്കുകയാണ് LDF-ന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം പാലക്കാട് മാത്രമല്ല, മറ്റ് പല മണ്ഡലങ്ങളിലും CPM BJP ഡീലുണ്ടെന്ന് ആരോപിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP വിഷയം കൂടുതൽ സജീവമാക്കി. വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വ്യക്തമാകും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിലും ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. തീയതി പ്രഖ്യാപിച്ചതിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികളിൽ ദുരൂഹതയുണ്ടെന്നും വേണുഗോപാൽ ആരോപിച്ചു. പയ്യന്നൂരിലെ മുൻ CPM നേതാവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ V കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പൊളിച്ചു. സ്ഥലമുടമയെ CPM-കാർ ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് പൊളിച്ചതെന്നാണ് ആക്ഷേപം. ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും വിമതർ ആരോപിച്ചു. ഓഫീസിന് സ്ഥലം കൊടുക്കരുതെന്ന് ചിലർ പറഞ്ഞതായി ഉടമ പറഞ്ഞു. പയ്യന്നൂർ കോത്തായിമുക്കിലായിരുന്നു ഓഫീസ് നിർമ്മാണം. ഭീഷണിയുണ്ടെന്നും ഓഫീസ് പൊളിച്ചു നീക്കി തരണമെന്നും ഉടമ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നീക്കം ചെയ്തതെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദന ദാസ് കുത്തേറ്റ് കൊല്ലപ്പെട്ട കേസിലെ പ്രതി G സന്ദീപിന് ജീവപര്യന്തം, പ്രതി 1 ലക്ഷം രൂപയും പിഴയൊടുക്കണം. കൊല്ലം സെഷൻസ് കോടതിയുടേതാണ് വിധി. കേസിൽ ഓടനാവട്ടം, കുടവട്ടൂർ, ചെറുകരക്കോണം, ശ്രീനിലയത്തിൽ G സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി വെള്ളിയാഴ്ച വിധിച്ചിരുന്നു. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ഡ്യൂട്ടിക്കിടെയാണ് ഡോക്ടർ വന്ദനാദാസിന് കുത്തേൽക്കുന്നത്. ചികിത്സയ്ക്കായി പൂയപ്പള്ളി പോലീസ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സ്കൂൾ അധ്യാപകനായിരുന്ന വെളിയം ചെറുകരക്കോണം സ്വദേശി സന്ദീപ് അക്രമാസക്തനായി ആശുപത്രിയിലെ സർജിക്കൽ കത്തി ഉപയോഗിച്ച് വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയെന്നാണ് കേസ്. 2023 മെയ് 10 പുലർച്ചെയാണ് വന്ദന മരിക്കുന്നത്. സന്ദീപിന്റെ ആക്രമണത്തിൽ 3 പോലീസുകാർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. അവണൂരിൽ കാണാതായ MBA വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തോട്ടിൽ നിന്ന് കണ്ടെത്തി. അരുണാട്ടുകര ജോൺ മത്തായി സെന്ററിലെ 2ാം വർഷ വിദ്യാർത്ഥിനി അനുപ്രിയയുടെ മൃതദേഹമാണ് മണൽത്തറയ്ക്ക് സമീപമുള്ള തോട്ടിൽ നിന്നും കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ കോളേജിലേക്ക് പോയ അനുപ്രിയ തിരികെ എത്താത്തതിനെ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനിറങ്ങിയ സിനിമാ നടിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയയാൾ അറസ്റ്റിൽ. കൊച്ചി കത്രിക്കടവ് സ്വദേശി വിപിൻ റോയാണ് അറസ്റ്റിലായത്. MBA ബിരുദധാരിയായ ഇയാൾ IT സ്ഥാപനത്തിലെ മാനേജറാണ്. വ്യാഴാഴ്ചയാണ് സംഭവം. വൈകിട്ട് നടക്കാനിറങ്ങിയ നടിയെ ഇയാൾ ശല്യം ചെയ്ത് ശരീരത്തിൽ കയറി പിടിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയ നടിയുടെ മൊഴി പോലീസ് എടുത്തു. ശല്യം ചെയ്തതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമാണ് ഇയാൾക്കെതിരെ കേസ്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിപിൻ റോയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിച്ചിട്ടില്ലെന്ന് അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G സുധാകരൻ. CM എന്ന പേരിലാണ് പിണറായി വിജയന്റെ പേര് സേവ് ചെയ്തിരിക്കുന്നത്. ആ നമ്പറിൽ നിന്ന് കോള് വന്നിട്ടില്ല. വിളിച്ചുവെന്ന് പറയുന്നതിന് 2 ആഴ്ച മുൻപ് ആലപ്പുഴയിൽ വരുമ്പോൾ കാണണമെന്ന് CM ആവശ്യപ്പെട്ടിരുന്നു. അറിയിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് മറുപടി ഉണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 3 തവണ ഫോണിൽ വിളിച്ചിട്ടും എടുത്തില്ല. പാർട്ടി നിബന്ധനകൾക്ക് വിധേയനാകാൻ സുധാകരൻ തയ്യാറായില്ല. അവഗണിച്ചുവെന്നത് അദ്ദേഹത്തിന്റെ തോന്നലാണെന്നും പിണറായി വിജയൻ അഭിമുഖത്തിൽ പറഞ്ഞതിനോട് പ്രതികരിക്കുകയായിരുന്നു സുധാകരൻ. എറണാകുളം വടുതലയിൽ ഒരു വീട്ടിൽ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തിരുവനന്തപുരം വിളപ്പിൻശാല സ്വദേശികളാണ് അശ്വതി S നായർ, അമ്മ ശ്രീകുമാരി, അശ്വതിയുടെ 14, 10 വയസ്സുള്ള 2 ആൺകുട്ടികൾ, 2 വയസ്സ് പ്രായമായ പെൺകുട്ടി എന്നിവരാണ് മരിച്ചത്. കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയ്ക്കായി എത്തിയ ഇവർ 2 മാസമായി വടുതലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. അയൽവാസികളാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരുടെ ഭർത്താവ് ലിവർ സിറോസിസ് ബാധിച്ചാണ് മരിച്ചത്. ഭർത്താവിന്റെ അടുത്തേക്ക് തങ്ങളും പോകുന്നുവെന്ന് പറഞ്ഞാണ് ആത്മഹത്യാക്കുറിപ്പ്. കുട്ടികളെ കൊലപ്പെടുത്തിയ ശേഷം സ്ത്രീകൾ ജീവനൊടുക്കിയെന്നാണ് നിഗമനം. ഭർത്താവിന്റെ മരണത്തിനു ശേഷം യുവതി മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായി പറയുന്നു. പ്രസവ ശുശ്രൂഷകൾക്ക് അക്യുപങ്ക്ചർ ചികിത്സ നേടിയ യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് പോലീസ് കസ്റ്റഡിയിൽ. ചാവക്കാട് സ്വദേശി ഇബ്രാഹിമിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. വ്യാഴാഴ്ചയാണ് തൃശൂർ ചാവക്കാട് സ്വദേശി മൂസിന പ്രസവാനന്തരമുള്ള അണുബാധ മൂലം മരണത്തിന് കീഴടങ്ങിയത്. ശരീരം മുഴുവൻ വ്രണം വന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഗർഭപാത്രത്തിൽ നിന്ന് തുടങ്ങിയ പഴുപ്പ് ശരീരമാസകലം ബാധിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നു. യുവതിക്ക് പ്രസവാനന്തരം മതിയായ വൈദ്യസഹായം ലഭ്യമാക്കാത്തതിന് പിന്നിൽ ഭർത്താവാണെന്ന ബന്ധുക്കളുടെ ആരോപണത്തിലാണ് പോലീസ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ സുധീർ കരമന LDF സ്വതന്ത്രനായി മത്സരിക്കും. സുധീർ കരമനയെ സ്ഥാനാർത്ഥിയായി LDF പ്രഖ്യാപിച്ചു. LDF ക്യാമ്പിൽ തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് നടന്നിരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന് അനുവദിച്ച സീറ്റായിരുന്നു ഇത്. ഈ സീറ്റിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതും അവരായിരുന്നു. എന്നാൽ യോജിച്ച സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ പോലും ഇതുവരെ സാധിച്ചിരുന്നില്ല. മണ്ഡലത്തിലെ MLA ആയിരുന്ന മുൻ മന്ത്രി ആന്റണി രാജു തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്നാണ് LDFന് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.